പെണ്ണുങ്ങളെ പോലെ അകത്തൊളിച്ചിരിക്കാതെ ധൈര്യമായിട്ട് ആണുങ്ങളെ പോലെ പുറത്തിറങ്ങിപ്പാടായപ്പാ. പുരുഷേട്ടോ ഒരു വെടിക്കൊള്ള ഉണ്ടാക്കാ തോക്കലുണ്ടാവൂല്ലേ? ആണുങ്ങൾ തമ്മിൽ കൈകോർക്കുമ്പോ ഓരോന്ന് പിടിപ്പിക്കണം. അതും ഇതുപോലത്തെ പെശൽ വെട്ടിരുമ്പോ ഇടഞ്ഞ ഞാൻ കൊല കൊമ്പനാ, കൊല കൊമ്പൻ. താഴത്തുനിന്ന് എല്ലാരും പറഞ്ഞ അങ്ങോട്ട് കയറണ്ടാണ്. കൗതുക ലേശം കൂടുതലാണ്. ഇതാ എല്ലാരോടായിട്ട് പറയാണ്, എന്നെ അനുസരിച്ചും ബഹുമാനിച്ചും ജീവിച്ചാൽ കൊള്ളാം. കത്തിക്കുത്തി കീലേരി അച്ഛന് പുത്തരിയല്ല. എന്നോട് കളിക്കാൻ ധൈര്യമുള്ളവരുടെ ഇറങ്ങി വാടാ. എന്തൊക്കെയായിരുന്നു എല്ലാം ചീറ്റിപ്പോയി. നീ ഇങ്ങനെ ഇവിടെ വന്നു എന്നെ പിടിക്കാൻ തന്നെ ചെയ്താനെ പോണവൻ. പിടിച്ചോ പിടിച്ചോ, ചവിട്ടിക്കൂട്ടി തലയിലിട്ടി തേച്ചളയും ഞാൻ. തല തെറിച്ചവന് എന്റെ പെടലി പോയി. ഒന്ന് പോവാടാ മരമാക്കി പോയി തരത്തി പോയി കളിക്കടാ. ഒളിച്ചിക്കല്ലേ, അങ്ങനെ മുങ്ങാൻ നോക്കണ്ടോ. ഇവിടെ ആരും ഇല്ല. കഴിഞ്ഞ ഓണത്തിന് കൈപ്പഴ കുഞ്ഞപ്പന്റെ കൈയറുത്തപ്പോ കട്ട ചോരയ മുഖത്ത് തെറിച്ചു. നിന്ന മനുഷ്യനാണ്, പിന്നെ കാണാതായി. ശേഖരന്റെ നടി മേടിച്ച് നീ അടങ്ങൂല്ലടാ. നീ പൊന്നപ്പനല്ലടാ, തങ്കപ്പൻ. അടിച്ചവൻ പോയിട്ടില്ല, ഇവിടെ ഉണ്ട്. അടിച്ചവൻ ഇവിടെ ഉണ്ട്, എങ്ങും പോയിട്ടില്ല. നാശത്തിലേക്കാ നിങ്ങൾ പോകുന്നത്. അത് ഞങ്ങൾ അങ്ങ് സഹിച്ചു. ആരാ ബാക്കില്? പാചകം പാലേ വിഴുങ്ങിയ മലമ്പാമ്പിനെ നീ നോയിച്ചുട്ട് എന്നെങ്കിലും ഈ കുഞ്ഞിരാമൻ ഇതിനൊക്കെ പകരം ചോദിച്ചിരിക്കും. കൊള്ളാം, എവനാള് കൊള്ളാം. കിട്ടിക്ക കിട്ടിക്ക, സാധനം കിട്ടിക്ക. എന്നോട് എതിർക്കാൻ ഇങ്ങോട്ട് ഇറങ്ങി വാടാ എടപ്പാളി. നിങ്ങൾക്ക് മനസ്സിലായില്ല, ഗോവയില് കള്ളക്കടത്ത് നടത്തി ജീവിച്ച ആളാ ഞാൻ. ഞാൻ വിചാരിച്ചാൽ നിങ്ങളെ ഒറ്റയടിക്ക് കൊന്ന് തള്ളാൻ പറ്റും. ജോസങ്കിൾ ഇത് എത്ര കണ്ടതാ മോനെ. കർത്താവെ കാത്തുകൊള്ളണമെന്ന് മനസ്സിൽ ധ്യാനിച്ച് ജാക്ക് ലിവർ എടുത്ത് പുറത്തേക്ക് ഒറ്റ ചാട്ട, കളരിയും കരാട്ടയും കൂടി മിക്സ് ചെയ്ത് ഒരു ഒറ്റ പൊരിക്കല്. മതമിളകി ആന കുത്താൻ വന്നാലും നെഞ്ചു വിരിച്ച് നിൽക്കുന്നവനാണോ ഈ നാഗേന്ദ്രൻ? എന്ത് പറ്റിയതാ? മതമിളകി ആന വന്നപ്പോ നെഞ്ചും വിരിച്ച് നിന്നതാ, അത് കുത്തിവെച്ചും പോയി. ആരടാ എന്റെ അളിയന്റെ ദേഹത്ത് കൈവച്ചത്? ആരടാ എന്റെ അളിയനെ തള്ളിയത്? അവന്റെ കഴുത്തറത്ത രക്തം കൊണ്ട് കാലഭൈരവന്റെ കാൽക്കൽ അഭിഷേകം ചെയ്ത് കാണിച്ചു തരാൻ ഞാൻ. ഭയങ്കരം തന്നെ.